ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മളിന്ന് നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെ 10th ലെവൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലേ, വില്ലേജ് ഫീൽഡ് ടെസ്റ്റിൻ്റെ VFA പരീക്ഷ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വില്ലേജ് ഫീൽഡ് ടെസ്റ്റിൻ്റെ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിൽ വർക്കൗട്ട് ചെയ്താലോ. അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻറ്റുകൾ ഉത്തരങ്ങളായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക, നമ്മുടെ അതായത് VFA ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏത് ടോപ്പിക്കിൽ നിന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ സിലബസിലെ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരള റെനൈസൻസ് അല്ലെങ്കിൽ കേരള ചരിത്രം, കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, കേരള നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ ഒരു ചോദ്യ ശേഖരത്തിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പം നമുക്കറിയാം, കേരളത്തിൻ്റെ സാമൂഹിക പോരാട്ടങ്ങൾ അല്ലേ, അതിനെ നമുക്കറിയാം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ പോരാട്ടങ്ങളെ രണ്ട് വിഭാഗമായി തിരിക്കാം. ഒന്ന് രാഷ്ട്രീയ പോരാട്ടങ്ങളാണ്, മറ്റൊന്ന് സാമൂഹിക പ്രക്ഷോഭങ്ങളാണ്. ശരിയല്ലേ? സമൂഹത്തിലെ തിന്മകൾക്കെതിരായുള്ള പോരാട്ടങ്ങളാണ് ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങൾ. എന്നാൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? തിരുവിതാംകൂറിലെ ദിവാന്റെ ദുർഭരണത്തിനെതിരായും ബ്രിട്ടീഷുകാർക്കെതിരായും നടന്ന കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ് പറയപ്പെടുക അല്ലേ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം മുതൽ ഇങ്ങോട്ട്, മലബാർ കലാപം മുതൽ ഇങ്ങോട്ട് നടന്ന പഴശ്ശി കലാപങ്ങൾ മുതൽ ഇങ്ങോട്ട് വന്ന 942 കീഴരിയൂർ പ്രക്ഷോഭം മുതൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾ വരെയുള്ള ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗത്തെ ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കുക, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ VFA പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. നിങ്ങൾ കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ്. അതായത് മാച്ച് ദ ഫോളോയിങ് അല്ല, എന്താണ്? മാച്ച് അല്ലാത്ത ജോഡികൾ കണ്ടെത്താനാണ്. നോക്കുക, വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921 ബന്ധമുള്ള ജോഡി അല്ലേ? ആണ്. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ ജോഡി ശരിയാണെന്ന് കാണാം. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അടുത്തത് പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ 946 ശരിയാണോ? ഉത്തരം ശരിയാണ് അല്ലേ. പുന്നപ്ര വയലാർ സമരം നമുക്കറിയാം അല്ലേ, CP രാമസ്വാമി എന്ന ദിവാനെതിരെ നടന്ന പോരാട്ടമാണ്. 46 അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നായിരുന്നു മുദ്രാവാക്യം. ശരിയാണ്. മൂന്നാമത്തെ ജോഡി നോക്കുക, സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ ശരിയായ ജോഡിയാണോ? അല്ല. എന്തുകൊണ്ട് ശരിയല്ല? ദാ ഈ ഒരു പേര് ഗുരുവായൂർ സത്യാഗ്രഹം എന്നതിന് പകരം വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നുവെങ്കിൽ ആ ജോഡി ശരിയായേനെ. അപ്പോ സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ എന്ന ഒരു വാക്ക്, ഗുരുവായൂർ സത്യാഗ്രഹം എന്ന വാക്ക് ഉള്ളത് കൊണ്ട് അത് തെറ്റായ ജോഡിയാണ്. അപ്പൊ ഒരു തെറ്റ് കണ്ടെത്തി. പക്ഷേ ഒരു തെറ്റ് മാത്രമായിരിക്കണമെന്നില്ലല്ലോ. അടുത്തേക്കൂടെ നോക്കുക, ക്ഷേത്ര പ്രവേശന വിളംബരം, നാലാമത്തെ ജോഡി. ക്ഷേത്ര പ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. ജോഡി ശരിയാണോ? അല്ല. എന്തുകൊണ്ടാ? ചിത്തിര തിരുനാൾ വരെ ശരിയായിരുന്നു, കൊച്ചി മഹാരാജാവ് ആയിരുന്നില്ല, തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെ, കൊച്ചി മഹാരാജാവ് എന്നുള്ള വസ്തുത തെറ്റാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനയും തെറ്റാണ്. അപ്പോ ഇവിടുത്തെ ചോദ്യം എന്താ? പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ്. പരസ്പര ബന്ധമില്ലാത്തത് ഇത് രണ്ടുമാണ്. 3 and 4 എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ശരി ഉത്തരമായിട്ടുണ്ടോ? 3 and only 3 and 4. അപ്പൊ ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കണ്ടോ? ഓപ്ഷൻ C ആണ്. അപ്പൊ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ. നമ്മുടെ VFA പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന 10th ലെവലിന്റെ എല്ലാ പരീക്ഷകൾക്കും തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ കണ്ടത്. അപ്പൊ നോക്കുക, വാഗൺ ട്രാജഡി, മലബാർ കലാപം, 1921 മലബാർ കലാപത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ മാപ്പിള കലാപകാരികൾ നടത്തിയ പോരാട്ടം. അതുകൊണ്ടാണ് ഇതിനെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കാൻ കാരണം. മലബാറിലെ മാപ്പിള കലാപങ്ങൾ അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. നോക്കണേ, എഴുതി വെക്കണം, വില്യം ലോഗൻ. അപ്പോ എന്ത് കമ്മീഷനാണ്? ഓർത്തിരിക്കണം. പറഞ്ഞേ, എന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ
മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മലബാറിലെ മാപ്പിള കലാപങ്ങളെ പറ്റി പരാമർശിക്കുന്ന വില്യം ലോഗന്റെ പുസ്തകം അറിയാമല്ലോ, പറഞ്ഞ ഏതാണ്? കമന്റ് ചെയ്യാമോ? മാപ്പിള കലാപങ്ങളെ പറ്റി പരാമർശിക്കുന്ന വില്യം ലോഗന്റെ കൃതിയാണ് മലബാർ മാനുവൽ. കേട്ടിട്ടുണ്ടോ? മലബാർ മാനുവൽ. അതുപോലെ 1921 മലബാർ കലാപത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പിന്നീട് പുസ്തകമുണ്ട്. അതിന്റെ പേര് മോഡേൺ ഇന്ത്യ 1885 to 1905. മോഡേൺ ഇന്ത്യ 1885 മുതൽ 905 വരെ മാപ്പിള കലാപങ്ങൾ പരാമർശിക്കുന്ന ഈ ചരിത്ര പുസ്തകം എഴുതിയത് ആരാണ് ചോദിച്ചാൽ മറന്നുപോകരുത്, സുമിത് സർക്കാർ എന്ന ചരിത്രകാരൻ. ബ്രിട്ടീഷ് ചരിത്രകാരനാണ് സുമിത് സർക്കാർ. മാപ്പിള കലാപങ്ങളെ പരാമർശിക്കുന്ന സുമിത് സർക്കാരിന്റെ പുസ്തകമാണ് മോഡേൺ ഇന്ത്യ 1885 to 1905. ഇനി 1921 മലബാർ കലാപത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച രണ്ടാമത്തെ കമ്മീഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ പേരാണ് TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്നാണ്. കേട്ട് കാണും നിങ്ങൾ, കേട്ടിട്ടുണ്ടോ എന്താണെന്ന്? TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്നാണ്. മലബാർ 1921 TL സ്ട്രേഞ്ച് ഉണ്ടോ? 21 മലബാർ കലാപത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് TL സ്ട്രേഞ്ച് കമ്മീഷൻ. ഓർത്തിരിക്കുക, TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. യെസ്, എന്താണെങ്കിൽ ശരി. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഏത്? വാഗൺ ദുരന്തം, വാഗൺ ട്രാജഡി. ഇനി വാഗൺ ദുരന്തം നടന്ന ഡേറ്റ് 1921 നവംബർ മാസം 10. 1921 നവംബർ 10 വാഗൺ ദുരന്തം നടന്നു. വാഗൺ ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷനാണ് വാഗൺ ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ എന്നല്ല നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ചോദിക്കാൻ പരീക്ഷയ്ക്ക് മലബാർ കലാപത്തിന്റെ പ്രമുഖ നേതാക്കൾ ആരെല്ലാം പറയാമോ? കമന്റ് ചെയ്യാമോ? 3 പ്രമുഖ നേതാക്കളാണ്. 1 വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, 2 കുമരൻ പുത്തൂർ സീതിക്കോയത്തങ്ങൾ, 3 അലി മുസ്ലിയാർ എന്നിവരാണ്. മലബാർ കലാപത്തിന്റെ പ്രമുഖ നേതാക്കൾ ആരെല്ലാം? 1 വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, 2 സീതി കോയത്തങ്ങൾ ആൻഡ് അലി മുസ്ലിയാർ എന്നിവരാണ് പ്രമുഖ നേതാക്കൾ എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ വാഗൺ ദുരന്തത്തിന് കാരണമായ വാഗൺ ദുരന്തത്തിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ഗുഡ്സ് വാഗൺ ഏതാണ്? വാഗൺ ട്രാജഡിയിലൂടെ വാഗൺ ദുരന്തത്തിലൂടെ കുപ്രസിദ്ധി നേടിയ ഗുഡ്സ് വാഗന്റെ പേരാണ് MSMLV 1711 എന്നാണ് പേര്. കണ്ടോ? MSMLV 1711 ഇതാണ് കേട്ടോ. അപ്പൊ വാഗൺ ദുരന്തത്തിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ഗുഡ്സ് വാഗന്റെ പേരാണ് MSMLV 1711. MSMLV 1711 ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ശരി, അപ്പോ അടുത്ത് നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒന്നാണ് വാഗൺ ദുരന്തം. രണ്ടാമത്തെ പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 946. നമുക്കറിയാം ഇന്ത്യയിലാകമാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രൊവിൻഷ്യൽ ആട്ടോണമി, അതായത് പ്രവിശ്യകൾക്ക് സ്വയംഭരണാവകാശം അനുവദിച്ചതോടുകൂടി തന്നെ ഇന്ത്യയിലെ പല പ്രവിശ്യകളിലും ജനാധിപത്യ ഗവൺമെന്റുകൾ രൂപീകൃതമായി. അതുപോലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദിത്ത ഗവൺമെന്റ് രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പക്ഷേ ദിവാനാകട്ടെ നമ്മുടെ തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനൊന്നും വിസമ്മതിച്ച് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനമൊക്കെ നടത്തി. നിങ്ങൾക്കറിയാം, അങ്ങനെ ഉയർത്ത അമേരിക്കൻ മോഡൽ ഭരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ദിവാൻ CP രാമസ്വാമി അയ്യരാണ്. ദിവാൻ CP രാമസ്വാമി അയ്യരെ കുറിച്ച് നെഹ്റു പറഞ്ഞ കമന്റ് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിശേഷിച്ചും അതിന്റെ അവസാന നാളുകളിലെ യഥാർത്ഥ പ്രതിപുരുഷൻ എന്ന് ദിവാൻ CP രാമസ്വാമി വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. അപ്പോ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന CP രാമസ്വാമിയാണ് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിശേഷിച്ചും അതിന്റെ അവസാന നാളുകളിലെ യഥാർത്ഥ പ്രതിപുരുഷൻ എന്ന് ദിവാൻ CP രാമസ്വാമിയെ വിശേഷിപ്പിച്ചത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിശേഷിച്ചും അതിന്റെ അവസാന നാളുകളിൽ യഥാർത്ഥ പ്രതിപുരുഷൻ എന്ന്
ദിവാൻ CP രാമസ്വാമി വിളിച്ചത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആണെന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അത് ഓർത്തിരിക്കുക. അമേരിക്കൻ മോഡൽ ഭരണം അല്ലെ, ഓർത്തിരിക്കുക. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യമാണ് 946. സവർണ ജാഥ നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹമല്ല, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥയാണ് സവർണ ജാഥ. എവിടെ നിന്ന് എങ്ങോട്ടാണ് സവർണ ജാഥ പറയാമോ? ഉത്തരം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ നയിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥ നയിച്ചു. അതും വൈക്കം സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. പറയാമോ ആരാണെന്ന്? വൈക്കം പ്രക്ഷോഭത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാണ് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരം ഒന്നേ ഉള്ളൂ. ആരായിരിക്കും സവർണ ജാഥ നയിച്ച വ്യക്തി? അത് ഡോക്ടർ M.E. നായിഡു എന്നാണ് പേര്. M.E. നായിഡു. അപ്പോ ഓർത്തിരിക്കണം, M.E. നായിഡുവും മന്നത്ത് പത്മനാഭൻ രണ്ടുപേരും സവർണ ജാഥ നയിച്ചവരാണ്. രണ്ടും വൈക്കം സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തിരിക്കുമല്ലോ. യെസ്. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവല്ല, തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരുന്നു. ആര്? ശ്രീ ചിത്തിര തിരുനാൾ. നമുക്കറിയാം, അവസാനത്തെ ഒരു ഭരണാധികാരി ആയിരുന്നു ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-നാണ്. ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണെന്നെല്ലാം നമുക്കറിയാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ബന്ധമില്ലാത്തത് ഏതാ? സ്റ്റേറ്റ്മെന്റ് 3 and 4. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്ത ദിവസത്തിലേക്ക് പോകാം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ. 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ, ഇവയൊന്നുമല്ല. പറയാമോ ഏതാണെന്ന്? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. അത് 1.25 കോടി മലയാളികൾ എന്ന പുസ്തകമാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കൃതിയാണ് ഏത്? 1.25 കോടി മലയാളികൾ. അപ്പൊ നിങ്ങൾക്കറിയാം ആരാണ് 1.25 കോടി മലയാളികൾ എന്ന ഈ പുസ്തകം എഴുതിയത്? പറയാമോ? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ആരാണ്? അത് മറ്റാരുമല്ല, സാക്ഷാൽ EMS ആണ്. EMS നമ്പൂതിരിപ്പാട് അല്ലെ. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നു ആര്? EMS. EMS ഒരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ കൂടി ആയിരുന്നു. നമുക്കറിയാം. EMSന്റെ ആത്മകഥയാണ്. പറയാമോ EMSന്റെ ആത്മകഥ എന്താണെന്ന്? ഉത്തരം ആത്മകഥ എന്ന് തന്നെയാണ്. EMSന് മാത്രമല്ല, കുറെ ആളുകൾക്ക് ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥകളുണ്ട്. ആരൊക്കെയാണ്? ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥയുള്ള പ്രമുഖരാണ്. ആരൊക്കെ? ജവഹർലാൽ നെഹ്റു ഉണ്ട്, പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അനി ബെസന്റ്, അന്നാ ചാണ്ടി, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ, EMS, ഇവരുടെ എല്ലാ ആത്മകഥ എന്ത് തന്നെ? ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പോ സാക്ഷാൽ നെഹ്റുവിന്റെ ആത്മകഥ ഇംഗ്ലീഷിലാണ്, ആൻ ഓട്ടോബയോഗ്രഫിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊരു കൃതി കേട്ടിട്ടുണ്ടോ? ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആ കൃതിയും നെഹ്റുവിന്റെ ആത്മകഥയായി പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. തന്റെ ജയിൽവാസ വേളയിൽ സഹപ്രവർത്തകർക്കും സഹ തടവുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പുസ്തകമാണ് എന്നറിയപ്പെടുന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പുസ്തകം. നിങ്ങൾക്കറിയാം. അതോടെ നിൽക്കട്ടെ. അപ്പൊ ശരി, നെഹ്റുവിന്റെ ആത്മകഥ, അനി ബെസന്റ്, EMS നമ്പൂതിരിപ്പാട്, അന്നാ ചാണ്ടി, സർദാർ KM പണിക്കർ, KR ഗൗരിയമ്മ, ഇവരുടെ എല്ലാ ആത്മകഥ എന്ത് തന്നെയാണ്? ആത്മകഥ എന്നാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS ആണ്, മറന്നു പോകരുത്. EMSന്റെ ആദ്യ കൃതി ചോദിച്ചാൽ പറയാമോ? EMSന്റെ ആദ്യ കൃതി ആർക്ക് പറയാം? EMS നമ്പൂതിരിപ്പാടിന്റെ ആദ്യ കൃതി ഏതാണ് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ഏതായിരിക്കും? EMSന്റെ ആദ്യ കൃതിയാണ് ഏത്? ജവഹർലാൽ നെഹ്റു എന്നാണ്. ഓർത്തിരിക്കണം, ജവഹർലാൽ നെഹ്റു. അപ്പോൾ EMSന്റെ ആദ്യ കൃതിയുടെ പേര് ജവഹർലാൽ നെഹ്റു ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ് EMSന്റെ ആദ്യ ഇംഗ്ലീഷ് കൃതി ഏതാണെന്ന്. EMSന്റെ ആദ്യ ഇംഗ്ലീഷ് കൃതി പറയാമോ? ആ കൃതി ഇങ്ങനെയാണ്: എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള എന്ന് ഉത്തരം. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള EMSന്റെ എന്താണ്? ആദ്യ ഇംഗ്ലീഷ് കൃതിയാണ്. EMSന്റെ അവസാനത്തെ കൃതിയുടെ പേര് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ്. EMSന്റെ അവസാന കൃതി തിരിഞ്ഞു നോക്കുമ്പോൾ. EMSന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ കേട്ടുകാണും നിങ്ങൾ:
കേരളം മലയാളികളുടെ മാതൃഭൂമി EMS കൃതിയാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഏതാ? 1.25 കോടി മലയാളികൾ. കണ്ടില്ലേ? 1.25 കോടി മലയാളികൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് കൃതിയാണ്. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക്. ബെർലിൻ ഡയറി, യൂറോപ്യൻ ഡയറി, ഏഷ്യൻ ഡയറി, വേദങ്ങളുടെ നാട്, EMS കൃതിയാണ്. വേദങ്ങളുടെ നാട്, ഗാന്ധിയും ഗാന്ധിസവും. ഉണ്ടോ? ഗാന്ധിയെ കുറിച്ച് EMS എഴുതിയ ഏക പുസ്തകമാണ് ഗാന്ധിയും ഗാന്ധിസവും. ഇതെല്ലാം EMS കൃതികളാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ തൂലികാ നാമങ്ങളാണ്. കേട്ട് കാണും. കുഞ്ചു സുരേന്ദ്രൻ, പരമേശ്വരൻ, PK വാസുദേവൻ, ചെറിയാൻ. ഇതെല്ലാം EMS തൂലികാ നാമങ്ങളാണ്. കുഞ്ചു, ചെറിയാൻ, സുരേന്ദ്രൻ, പരമേശ്വരൻ, PK വാസുദേവൻ, ഇതൊക്കെ EMS തൂലികാ നാമങ്ങളാണ് എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. രണ്ടാമതും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് EMS ആദ്യ മുഖ്യമന്ത്രിയായത് 1957. രണ്ടാമത് കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോൾ 1967 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി എന്ന കഥയൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഇവിടുത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കൃതി ഏതാണെന്നാണ്. അത് ഉത്തരം ഒന്നേ ഉള്ളൂ, 1.25 കോടി മലയാളികൾ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനും നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ നിങ്ങൾ. ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഈ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ PSC ചോദ്യങ്ങൾ പുതിയ മാതൃക വന്നപ്പോൾ നമ്മൾ ഇപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പല ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെയും മിസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള മലയാള തർജിമ. ശരിയല്ലേ? ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയാണ് പല ചോദ്യങ്ങളും തർജിമ ചെയ്യപ്പെടുക. ശരിക്കും അപ്പൊ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഒറിജിനൽ ചോദ്യം ഇങ്ങനെയായിരിക്കും അല്ലെ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റൈറ്റ് അബൌട്ട് ദി സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള? സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള എന്നുള്ളതാണ് ഈ ചോദ്യം. അതായത് കറക്റ്റ് മലയാളം വരുന്നത് ഉത്തരവാദ ഭരണ ഗവൺമെന്റ് പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാരുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണെന്നാണ്, അല്ലെങ്കിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ളതെന്നായിരുന്നു ചോദ്യം വരേണ്ടത്. അതിന് പകരം ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവർ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം വന്നത്. സംഭവം ഇതാണ്: ഉത്തരവാദ ഭരണ സർക്കാർ അല്ലെങ്കിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നോക്കുക. ഒന്ന് എന്താണെങ്കിലും കാര്യം മനസ്സിലായല്ലോ. ചോദ്യം ഒന്ന്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള ആയിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. പ്രസ്താവന ശരി കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഒന്ന് ശരി. രണ്ട്, കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സമരങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. ധർമ്മരാജ്യം എന്നൊരു പുസ്തകം ഉണ്ട്. അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഉത്തരവാദ ഭരണ പോരാട്ടങ്ങളെ പറ്റി തന്നെയാണ് എഴുതപ്പെട്ടത്. അത് ശരിയാണ്. രണ്ട് ശരി. മൂന്ന്, അക്കാമച്ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അക്കാമച്ചെറിയാന്റെ പേര് സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ശരിയാണ്. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു അക്കാമച്ചെറിയാൻ. അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് R സുഗതനാണ് എന്ന ഉത്തരം തെറ്റാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് പുത്തൻകാവ് മാത്തൻ തരകൻ എന്നൊരാളാണ്. പുത്തൻകാവ് മാത്തൻ തരകൻ. അതുകൊണ്ട് ഈ നാലാമത്തെ പ്രസ്താവന തെറ്റ്. അതുകൊണ്ട് 1, 2, 3 ശരി എന്ന ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 1, 2, 3 ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ ഉദ്യോഗാർത്ഥികളെ? നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാക്സിമം വ്യത്യസ്തമായ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്തു നോക്കുക. അപ്പോ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഉത്തരവാദിയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, ഈ രണ്ട് സംഘടനകളാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം.
അതുമായി ബന്ധപ്പെട്ട കുറേയേറെ പ്രസ്ഥാനങ്ങളും മൂവ്മെന്റുകളെ കുറിച്ചാണ് ഈ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള. ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞു. 2, കേരളത്തിൽ ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സമരങ്ങളെ പറ്റിയുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. വളരെ ശരിയാണ്. അപ്പോൾ ധർമ്മരാജ്യം എന്ന പുസ്തകം എഴുതിയത് സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ധർമ്മരാജ്യം എന്ന പുസ്തകം എഴുതിയ കുറ്റത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിനെ പിടികൂടി ജയിലിലടക്കി, 2 വർഷക്കാലം ജയിലിലടക്കി. പുസ്തകം ഗവൺമെന്റ് കണ്ടുകെട്ടുകയും ചെയ്തു എന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണിത്, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ധർമ്മരാജ്യം. ശരിയാണ് അല്ലേ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളിലേക്ക് ഒന്ന് പോകാൻ നോക്കുക. അതായത് ഇന്ത്യൻ പ്രവിശ്യകളിൽ ആദ്യമായി സ്വയംഭരണം എന്ന ആശയം മുന്നോട്ട് വെച്ച നിയമം, ഇന്ത്യൻ പ്രവിശ്യകൾക്ക് ആദ്യമായി സ്വയംഭരണം, അതായത് പ്രൊവിൻഷ്യൽ ആട്ടോണമി എന്നാണ് പറയുക. ഇന്ത്യയിൽ ആദ്യമായി പ്രവിശ്യകൾക്ക് സ്വയംഭരണം, പ്രൊവിൻഷ്യൽ ആട്ടോണമി എന്ന ആശയം മുന്നോട്ട് വെച്ച നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഉത്തരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ നിയമങ്ങളിൽ ഏറ്റവും വലിയ നിയമം അല്ലെ, ലാർജസ്റ്റ് ഓർ ലോങ്സ്റ്റ് ആക്ട് which passed by the British Parliament for India. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 അല്ലെ. ഈ നിയമത്തിനെ കുറിച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കമന്റ് ഓർത്തിരിക്കണം. എന്താണ്? ദി മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് ബട്ട് നോ എഞ്ചിൻ. ശക്തമായ ബ്രേക്കുകളോട് കൂടിയ എഞ്ചിൻ ഇല്ലാത്ത യന്ത്രം, ശക്തമായ ബ്രേക്കുകളോട് കൂടിയ എഞ്ചിൻ ഇല്ലാത്ത യന്ത്രം, ദി മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് ബട്ട് നോ എഞ്ചിൻ എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 വിളിച്ചത് ആരാണ്? മറ്റാരുമല്ല, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റു ഒരു കമന്റ് കൂടി പറഞ്ഞു, അടിമത്തത്തിന്റെ പുത്തൻ പ്രമാണം, എ ന്യൂ ചാർട്ടർ ഓഫ് സ്ലേവറി, അടിമത്തത്തിന്റെ പുത്തൻ പ്രമാണം എന്നും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിളിച്ചത് സാക്ഷാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്ന കാര്യം നമ്മൾ അവിടെ ഓർത്തിരിക്കുക. ഈ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കുമ്പോൾ വൈസ്രോയി ലോർഡ് വെല്ലിംഗ്ടൺ, ഈ നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലോർഡ് ലിങ്ലിങ്തോ, പാസ്സാക്കുമ്പോൾ വെല്ലിംഗ്ടൺ, നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലോർഡ് ലിങ്ലിങ്തോ. അപ്പൊ ഓർത്തിരിക്കണം, മറക്കരുത്. ഇന്ത്യൻ പ്രവിശ്യകൾക്ക് ആദ്യമായി സ്വയം ഭരണാവകാശം മുന്നോട്ട് വെച്ച നിയമം ഏത് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ നിയമം പാസ്സാക്കുമ്പോൾ വൈസ്രോയി ലോർഡ് വെല്ലിംഗ്ടൺ, നിലവിൽ വരുമ്പോൾ ലോർഡ് ലിങ്ലിത്ഗോ ആണെന്നൊക്കെ നിങ്ങളോട് ഓർത്തിരിക്കുക. 1947 നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും അവസാനത്തെ നിയമം ചോദിച്ചാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. എന്നാൽ ഇവിടുത്തെ ചോദ്യം അങ്ങനെയല്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ഭരണകാര്യങ്ങൾക്ക് വേണ്ടി പാസ്സാക്കിയ അവസാന നിയമം എന്ന് ചോദിച്ചാലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണത് എന്ന കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം പ്രവിശ്യകൾക്ക് സ്വയം ഭരണാവകാശം അനുവദിച്ചു. അപ്പൊ ഇന്ത്യൻ പ്രവിശ്യകൾക്ക് സ്വയം ഭരണാവകാശം, പ്രൊവിൻഷ്യൽ ആട്ടോണമി, സ്വയം ഭരണാവകാശം അനുവദിച്ച നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 എന്ന് ഓർത്തിരിക്കുക. ഇതിൻ പ്രകാരം ഇന്ത്യയിൽ ആകമാനം ജനകീയ സർക്കാരുകൾ നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ ജനകീയ ഗവൺമെന്റുകൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന്റെ പേരാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. സ്ട്രഗിൾ ഫോർ എ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള. സ്ട്രഗിൾ ഫോർ എ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ കേരള. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് അറിഞ്ഞിരിക്കുക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഏത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചിയിൽ ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണെന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അടക്കമുള്ള ഒരുപിടി സമരങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 പ്രമുഖ നേതാക്കൾ ചോദിക്കാം അല്ലെ. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ട നേതാക്കൾ: 1 പട്ടം താണുപിള്ള, 2 C. കേശവൻ,
3 TM വർഗീസ് എന്നിവരാണ്. പട്ടംതാണുപിള്ള, സി കേശവൻ ആൻഡ് TM. പട്ടംതാണുപിള്ള നമുക്കറിയാം അല്ലെ, ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച അംഗമായിരുന്ന ഒരാളാണ് പട്ടംതാണുപിള്ള. 2 സി കേശവനാണ് അല്ലെ, പ്രശസ്തനാണ് സി കേശവൻ. പാലിയം സത്യാഗ്രഹമൊക്കെ ഉദ്ഘാടനം ചെയ്ത നേതാവാണ് ആര്? സി കേശവൻ. TM വർഗീസ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു നേതാവാണ് ആര്? TM വർഗീസ്. നിവർത്തന പ്രക്ഷോഭം അറിയാമല്ലോ, 32 നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാക്കളാണ് നമ്മുടെ ഈ പറയപ്പെട്ട സി കേശവൻ, NV ജോസഫ്, TK കുഞ്ഞ്, TM വർഗീസ് എന്നിവരാണ് പ്രമുഖ നേതാക്കൾ. അത് ഓർത്തിരിക്കുക. എന്താണെങ്കിലും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടത്തിയത് ആർക്കെതിരെയാണ്? ദിവാനായിരുന്ന ആർക്കെതിരെ? ദിവാൻ CP രാമസ്വാമി അയ്യർക്കെതിരാണ് ഈ പോരാട്ടം നടത്തിയതെന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക അല്ലെ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം 1938 ഫെബ്രുവരി 25. 1938 ഫെബ്രുവരി 25-നാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ചേർന്നത്. ആദ്യ പ്രസിഡന്റ് പട്ടംതാണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആര്? പട്ടംതാണുപിള്ള. ആദ്യ സെക്രട്ടറിമാർ 2 പേരാണ്. ഒന്ന് PS നടരാജപിള്ള, 2 KT തോമസ്. PS നടരാജപിള്ള, KT തോമസ് എന്നിവരാണ് സെക്രട്ടറിമാർ. ട്രഷറർ ആദ്യ ആരാണ് ചോദിച്ചാൽ MR മാധവ വാര്യർ. MR മാധവ വാര്യർ. ഓർത്തിരിക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നറിയപ്പെട്ട ഒരു സംഘടനയാണ് ഉത്തരവാദ സമരത്തിന് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത്. ആ സംഘടനയുടെ ആദ്യ സമ്മേളനം യോഗം ചേർന്നത് തന്നെ 1938-ലാണ് ഫെബ്രുവരി മാസം 25-ാം തീയതി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടംതാണുപിള്ള. ആദ്യ സെക്രട്ടറിമാർ 2 പേരാണ്, PS നടരാജപിള്ള ആൻഡ് KT തോമസ്. PS നടരാജപിള്ള, KT തോമസ്. ആദ്യ ട്രഷറർ ആണ് MR മാധവ വാര്യർ. MR മാധവ വാര്യർ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു 100 തവണയെങ്കിലും PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ടോ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആയ വനിത. ഉത്തരം അക്കാമ ചെറിയാനാണ്. ഓർമ്മയുണ്ടോ? അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയത് സാക്ഷാൽ അക്കാമ ചെറിയാൻ. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. അക്കാമ ചെറിയാൻ രൂപം നൽകിയ വനിതാ വോളണ്ടിയർ സംഘടനയാണ് ദേശസേവിക സംഘം. ഉണ്ടോ? അക്കാമ ചെറിയാൻ രൂപം നൽകിയ വനിതാ വോളണ്ടിയർ സംഘടന, ദ വുമൺ വോളണ്ടിയർ കോർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അക്കാമ ചെറിയാൻ. ഉത്തരം ദേശസേവിക സംഘം എന്നാണ് അല്ലെ. അക്കാമ ചെറിയാൻ നയിച്ച പ്രധാനപ്പെട്ട ജാഥയാണ് രാജധാനി മാർച്ച്. എവിടം മുതൽ എവിടം വരെ? തമ്പാനൂർ മുതൽ കവടിയാർ വരെ. ഉണ്ടോ? തിരുവനന്തപുരം തമ്പാനൂർ മുതൽ കവടിയാർ വരെ നടത്തിയ ജാഥയാണ് രാജധാനി മാർച്ച്. 1938-ലാണ് രാജധാനി മാർച്ച് നയിച്ചു പോകവേ രാജധാനി മാർച്ച് ആർക്കെതിരായിരുന്നു? ദിവാൻ CP രാമസ്വാമിക്കെതിരായി. എന്തിന്റെ ഭാഗമായി? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം, ഈ മാർച്ച്, രാജധാനി മാർച്ച് നയിച്ചത്. ഈ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും നിരപരാധികളായ സമര വോളണ്ടിയർമാരെ പോലീസ് ലാത്തിചാർജ് ചെയ്യുകയും വെടിവെക്കാൻ തന്റെ റിവോൾവർ എടുക്കുന്നത് കണ്ട് ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാനാണ് നേതാവ്, നിങ്ങൾക്കാദ്യം എന്നെ വെടിവെക്കാം എന്ന് പറഞ്ഞ ഒരു നേതാവാണ് ആര്? അക്കാമ ചെറിയാൻ അല്ലെ. ഞാനാണ് നേതാവ്, നിങ്ങൾക്കാദ്യം എന്നെ വെടിവെക്കാം. ആരുടെ വാക്കുകളാണ്? അക്കാമ ചെറിയാന്റെ വാക്കുകളാണെന്ന് ഓർത്തിരിക്കുക, മറന്നു പോരുത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ച വ്യക്തിയാണ് പുത്തൻകാവ് മാത്തൻ തരകൻ. ഉണ്ടോ? പുത്തൻകാവ് മാത്തൻ തരകൻ എന്നാണ് പേര്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് പുത്തൻകാവ് മാത്തൻ തരകനാണ്. ഐക്യ കേരള പ്രതിജ്ഞാഗാനം, ഐക്യ കേരളത്തിന്റെ പ്രതിജ്ഞാഗാനം എഴുതിയത് NV കൃഷ്ണ വാര്യർ. മറന്നുപോരുത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഐക്യ കേരളത്തിന്റെ പ്രതിജ്ഞാഗാനം എഴുതിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. പറയാമോ നിങ്ങൾക്ക്? ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രതിജ്ഞാഗാനം എന്താണെന്ന് പറയാമോ? കേട്ടിട്ടില്ലേ? മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം, ഒന്നാക്കും ഒന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്നാണ് വരികൾ. മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം, ഒന്നാക്കും ഒന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രതിജ്ഞാഗാനം ആരാണ് എഴുതിയത്? ഉത്തരം NV കൃഷ്ണ വാര്യർ.
NV കൃഷ്ണവാര്യർ എന്നറിയപ്പെട്ട പ്രശസ്തനായിട്ടുള്ള ഒരു രചയിതാവാണ്, കവിയാണ്. അദ്ദേഹത്തിന്റെ ഗാന്ധിജിയെ കുറിച്ചുള്ള കൃതി ഏറെ ശ്രദ്ധേയമാണ്. കേട്ടിട്ടില്ലേ? ഗാന്ധിയും ഗോഡ്സെയും. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് ആര്? NV കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് NV കൃഷ്ണവാര്യർ. എന്നാൽ ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് ആര്? അത് വേറെ ആരുമല്ല, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് NV കൃഷ്ണവാര്യർ. ഗാന്ധി ആൻഡ് അനാർക്കി എഴുതിയത്, അരാജകത്വം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയും. നിങ്ങൾക്ക് അറിയാമല്ലോ ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന്. അമരാവതി കോൺഗ്രസ് സമ്മേളനം ഓർമ്മ കാണുമല്ലോ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ INC പ്രസിഡന്റായി മാറി. അപ്പൊ INC പ്രസിഡന്റായി ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം തന്നെ. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് അവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളെ കുറിച്ച് ദിവാൻ CP രാമസ്വാമിയുടെ ദുർഭരണത്തിനെതിരായി സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കൃതിയാണ് ധർമ്മരാജ്യം എന്ന കൃതി. ഏത് രാജ്യമാണ്? ധർമ്മരാജ്യം. അപ്പൊ ധർമ്മരാജ്യം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന് ഓർക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കൃതിയാണ് ധർമ്മരാജ്യം. അല്ലെ? ധർമ്മരാജ്യം എന്ന പുസ്തകം എഴുതിയ കുറ്റത്തിന് ഈ പുസ്തകം ഗവൺമെന്റ് കണ്ടുകെട്ടുകയും ബഷീറിനെ 2 വർഷക്കാലം തടവിലാക്കുകയും ചെയ്തു എന്ന് ഓർക്കുക. അപ്പോ ധർമ്മരാജ്യം എന്ന പുസ്തകം എഴുതിയ കുറ്റത്തിന് ഈ പുസ്തകം ഗവൺമെന്റ് കണ്ടുകെട്ടുകയും നമ്മുടെ ദിവാനായിരുന്ന CP രാമസ്വാമിയെ നമ്മുടെ CP രാമസ്വാമി വൈക്കം മുഹമ്മദ് ബഷീറിനെ 2 വർഷക്കാലം ജയിലിലടച്ചു എന്ന് ഓർത്തിരിക്കും. ഇതിനെക്കുറിച്ചെല്ലാം താൻ ജയിലടക്കപ്പെടുകയും ജയിൽ മോചിപ്പിക്കപ്പെട്ട് വരുന്ന അവസരത്തിൽ തൻ്റെ ഉമ്മ തനിക്ക് ഭക്ഷണം വിളമ്പി കാത്തിരുന്നു എന്ന കഥയൊക്കെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ ഏതാണെന്ന് പറയാമോ? മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ പറയാമോ? എന്താണെന്ന് പറയാമോ? ഉത്തരം മറന്നു പോകരുത്. ഓർമ്മയുടെ അറകൾ. ഉണ്ടോ? ഓർമ്മയുടെ അറകൾ എന്ന ആത്മകഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഗാനമായിരുന്നത് മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം, ഒന്നാക്കും ഒന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന വരികൾ എഴുതിയത് NV കൃഷ്ണവാര്യരാണെന്നൊക്കെ അറിയാം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കമ്മിറ്റി ആരംഭിച്ച സമരമാർഗമായിരുന്നു സിവിൽ നിയമലംഘന സമരം. ഉണ്ടോ? അപ്പൊ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവലംബിച്ച സമരമാർഗം, സമര രീതി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ നിയമലംഘന സമരം, സിവിൽ ആജ്ഞാലംഘന സമരം എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ശരി, എന്താണെങ്കിലും തിരുവിതാംകൂറിലെ ഇത്തരത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളുടെ ഭാഗമായി ഒരു പുതിയ പദവി നിലവിൽ വന്നു. ഏതാണ് ആ പദവി? കോൺഗ്രസ് ഡിക്റ്റേറ്റർ എന്നായിരുന്നു പദവി. എന്താ പദവി പറഞ്ഞേ? കോൺഗ്രസ് ഡിക്റ്റേറ്റർ. കോൺഗ്രസ് ഡിക്റ്റേറ്റർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ് ഡിക്റ്റേറ്ററായി മാറിയ വ്യക്തി ആരാണ്? ഉത്തരം പട്ടം താണുപിള്ള എന്നാണ് ഉത്തരം. തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ് ഡിക്റ്റേറ്ററായി മാറിയ വ്യക്തിയാണ് പട്ടം താണുപിള്ള. അല്ലെ? പട്ടം താണുപിള്ളയെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ഡിക്റ്റേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് CK പത്മനാഭപിള്ള. അപ്പോ നോക്കണേ, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അവലംബിച്ച പുതിയ സമരമാർഗമായിരുന്നു സിവിൽ നിയമലംഘന സമരം. ഇതിന്റെ ഭാഗമായി പുതിയൊരു പദവി, പുതിയൊരു പൊസിഷൻ നിലവിൽ വന്നു. അതാണ് കോൺഗ്രസ് ഡിക്റ്റേറ്റർ. തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ് ഡിക്റ്റേറ്ററായി മാറിയ വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല. ആരാണ് പുതിയ കോൺഗ്രസ് ഡിക്റ്റേറ്റർ? അത് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ പുതിയ കോൺഗ്രസ് ഡിക്റ്റേറ്ററാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള, മറന്നുപോകരുത്. ഓക്കെ. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ് ഡിക്റ്റേറ്റർ പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയ്ക്ക് ശേഷം തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഡിക്റ്റേറ്ററായി മാറിയ വ്യക്തിയാണ് CK പത്മനാഭപിള്ള. ആരാണ് CK പത്മനാഭപിള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ സ്വന്തം സഹോദരനാണ് CK പത്മനാഭപിള്ള. സ്വദേശാഭിമാനിയുടെ സഹോദരനാണ് ആരെന്നറിയപ്പെടുന്നത് CK പത്മനാഭപിള്ള എന്നല്ല നിങ്ങൾ അറിഞ്ഞിരിക്കുക. CK പത്മനാഭപിള്ള അല്ലെ സ്വദേശാഭിമാനിയുടെ സ്വന്തം സഹോദരനാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഈ CK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവമാണ്, കേട്ട് കാണും നിങ്ങൾ, നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്നാണ്. നെയ്യാറ്റിൻകര വെടിവെപ്പ് കേട്ടിട്ടില്ലേ? അപ്പോ
നമുക്കറിയാം നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്നറിയപ്പെട്ട സംഭവം CK പത്മനാഭപിള്ള അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ തുടർന്ന് ഉണ്ടായതാണെന്നൊക്കെ ഓർത്തിരിക്കുക. എന്താണെങ്കിലും നമുക്കറിയാം കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മറന്നുപോരുത്, കേരളൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എന്നാൽ കേരളീയൻ എന്നറിയപ്പെട്ട മറ്റൊരു നേതാവുണ്ട്, കേരളീയൻ. അതാരാണ്? കടപ്രയത്ത് കുഞ്ഞപ്പൻ നമ്പ്യാരാണ്. ഓർത്തിരിക്കണം, കടപ്രയത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ. കടപ്രയത്ത് കുഞ്ഞപ്പൻ നമ്പ്യാരാണ് നമ്മൾ ഈ പറയപ്പെട്ട കേരളീയൻ. ഇനി ഭാരതീയൻ എന്നറിയപ്പെട്ട മറ്റൊരു നേതാവുണ്ട്, ആരാണ്? VM വിഷ്ണു നമ്പീശനാണ്. VM വിഷ്ണു നമ്പീശനാണ് ഭാരതീയൻ എന്നറിയപ്പെടുന്നത്. ഭാരതീയൻ VM വിഷ്ണു നമ്പീശനാണ്. നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഐക്യ കേരളമായി മാറണമെന്ന ആശയത്തിന്റെ പ്രതീകമായി സ്വദേശാഭിമാനി സ്വന്തം മകൾക്ക് നൽകിയ പേരാണ്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗോമതി. ഗോമതി ഉണ്ടോ? അപ്പോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വന്തം മകൾക്ക് ഒരു പേര് നൽകി, ഗോമതി. എന്തിന്റെ പ്രതീകമാണ്? ഐക്യ കേരളത്തിന്റെ പ്രതീകം. ഗോ ഫോർ ഗോശ്രീ. ഗോശ്രീ എന്ന വാക്ക് കൊച്ചിയെ സൂചിപ്പിക്കുന്നു. മാ ഫോർ മലബാർ. മലബാറിനെ സൂചിപ്പിക്കുന്നതാണ് മാ. തി ഫോർ തിരുവിതാംകൂർ. അങ്ങനെയാണ് ഈ ഗോമതി എന്ന പേര് നൽകിയത്. മറ്റാരുമല്ല, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അല്ലേ? കോൺഗ്രസ് സെക്രട്ടറിയായിരുന്ന CK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവം നേരത്തെ പറഞ്ഞില്ലേ? നെയ്യാറ്റിൻകര വെടിവെപ്പ് നടന്നത് 1938 ഓഗസ്റ്റ് 31. ഈ നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായി മാറിയ വ്യക്തിയാണ് വീരരാഘവൻ. വീരരാഘവനാണ് നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായി മാറി. രാഘവന്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് അത്താഴമംഗലം എന്ന സ്ഥലത്താണ്. അപ്പോ വീരരാഘവന്റെ സ്മൃതി മണ്ഡപം എവിടെയുണ്ട്? അത്താഴമംഗലം. വീരരാഘവന്റെ സ്മൃതി മണ്ഡപം എവിടെയാണ്? അത്താഴമംഗലം എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ പറഞ്ഞത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ച വർഷം 1938 ഫെബ്രുവരി 13. ഓർത്തിരിക്കുക, തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് 1938 ഫെബ്രുവരി മാസം 13 നിങ്ങൾ ഓർത്തിരിക്കുക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് കൊച്ചിയിൽ നേതൃത്വം കൊടുത്ത സംഘടന നിങ്ങൾക്കറിയാം ഏതാണ്? അത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ് രൂപീകരിച്ചത്. 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 941 ജനുവരി 26 രൂപീകരിക്കപ്പെട്ടെന്ന് ഓർത്തിരിക്കുക. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചതാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ആരാണ്? എസ് നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരാണ്. ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഉണ്ടോ? അപ്പോ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരാണ്. ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. മറ്റു നേതാക്കളാണ് ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇക്കണ്ട വാര്യർ, പിന്നെ K അയ്യപ്പൻ ആൻഡ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ ആൻഡ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്നിവർ മറ്റു പ്രമുഖ നേതാക്കളാണ്. മുഖപത്രം ദിനബന്ധുവാണ്. അപ്പോ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ മുഖപത്രമാണ് ഏത്? ദീനബന്ധു. ദീനബന്ധു എന്ന പത്രം നമ്മുടെ ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ മുഖപത്രമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന രൂപീകൃതമായ ഡേറ്റ് 1941 ജനുവരി 26. 1941 ജനുവരി 26 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരാണ്. ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ നടത്തിയിരിക്കുക. മറ്റു നേതാക്കൾ ഇക്കണ്ട വാര്യർ, അതുപോലെ K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഓർമ്മയില്ലേ? പനമ്പള്ളി ഗോവിന്ദ മേനോൻ എന്താണ്? ദ വൺ ആൻഡ് ഓൺലി മെമ്പർ in the Constituent Assembly, one who representing കൊച്ചി. കൊച്ചിയെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ആര്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. വിമോചന സമരം കേട്ടിട്ടില്ലേ? ആ സമരത്തിൽ വിമോചനം എന്ന വാക്ക് സംഭാവന ചെയ്ത വ്യക്തി ആര് ചോദിച്ചാലും പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിരോധിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച ദിവാനാണ് KFW ഡിക്സൺ എന്നാണ് പേര്. KFW ഡിക്സൺ. അപ്പോ എന്താ ചോദ്യം? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടനയെ നിരോധിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച കൊച്ചി ദിവാനാണ് KFW ഡിക്സൺ. ഓർത്തിരിക്കുക.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചത് 1945 ജൂലൈ 29 ഉണ്ടോ? അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അത് ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിച്ചതുപോലെ കൊച്ചിയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനം ആചരിച്ചു. ആ ഡേറ്റ് ആണ് ഓർത്തിരിക്കുക. 45 ജൂലൈ 29. 45 ജൂലൈ 29 ആണെന്ന് ഓർത്തിരിക്കുക. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നിലവിൽ വന്നോ? വന്നു. എന്നാ വന്നത്? 947 ഓഗസ്റ്റ് 14. 47 ഓഗസ്റ്റ് 14 കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നിലവിൽ വന്നു. 47 ഓഗസ്റ്റ് 14 ഉത്തരവാദ ഭരണം നിലവിൽ വന്നു. അല്ലെ? ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിനാൽ കേരളത്തിൽ പിരിച്ചുവിടപ്പെട്ട ഏക സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അല്ലെ? അങ്ങനെ ഒരു സംഭവം വളരെ റെയറാണ്. അല്ലെ? ഏതെങ്കിലും INC പോലും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയാണെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പിരിച്ചുവിട്ടില്ല. ഗാന്ധിജി പറഞ്ഞു INC പിരിച്ചുവിട്ടിട്ട് ലോക സേവാ സംഘ് എന്ന പേരിൽ എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടനയാക്കി INC മാറ്റണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. പക്ഷേ അങ്ങനെ മാറിയില്ല. എന്നാൽ ഇവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിനാൽ ഒരു കൊച്ചിയിൽ ഒരു ഉത്തരവാദ ഗവൺമെന്റ് രൂപീകരിക്കണമെന്നാണ് ഉദ്ദേശം. ആ ലക്ഷ്യം പൂർത്തീകരിച്ചതിനാൽ പിരിച്ചുവിടപ്പെട്ട കേരളത്തിലെ ഏക സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണെന്ന് ഓർത്തിരിക്കുക. ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിനാൽ പിരിച്ചുവിടപ്പെട്ട ഏക സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് ഓർത്തിരിക്കുക. കേരള സംസ്ഥാന രൂപീകരണത്തിന് അല്ലെങ്കിൽ ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിനായി ചെറുതുരുത്തിയിൽ ചേർന്ന കാര്യാലോചന യോഗത്തിന്റെ അധ്യക്ഷൻ ഉത്തരം KP കേശവ മേനോൻ. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിനായി 1946 ചെറുതുരുത്തിയിൽ ചേർന്ന, അവിടെ ചേർന്ന തൃശ്ശൂർ ജില്ലയിലാണല്ലോ, ചെറുതുരുത്തിയിൽ ചേർന്ന ഐക്യ കേരളത്തിന്റെ ആദ്യ കാര്യാലോചന യോഗത്തിന്റെ അധ്യക്ഷൻ, ഉത്തരം KP കേശവ മേനോൻ എന്ന് ഉത്തരം. KP കേശവ മേനോൻ. ഐക്യ കേരള സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച തൃശൂർ ചെറുതുരുത്തി കാര്യാലോചന യോഗം ചേർന്നത് 46 എന്നാണ്, ഒക്ടോബർ 26. തൃശ്ശൂരിൽ ഈ കാര്യാലോചന യോഗം ചെറുതുരുത്തിയിൽ ചേർന്നത് 46 ഒക്ടോബർ 26 ആണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആരാണ്? KP കേശവ മേനോൻ എന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. അല്ലെ? ഒന്നാം ഐക്യ കേരള സമ്മേളനം വിളിച്ചു ചേർത്തത് 47 തൃശ്ശൂർ. ഒന്നാം ഐക്യ കേരള സമ്മേളനം വിളിച്ചു ചേർത്തതെന്ന് 1947 തൃശ്ശൂരാണ്. 47 തൃശ്ശൂർ സമ്മേളനം, ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? ഒന്നാം ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മറ്റാരുമല്ല, K കേളപ്പനാണ്. അല്ലെ? 48 രണ്ടാം ഐക്യ കേരള സമ്മേളനം ചേരുന്നു. അത് എവിടെയാണ് രണ്ടാം സമ്മേളനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആലുവയിലാണ്. 49 എറണാകുളത്ത് മൂന്നാം ഐക്യ കേരള സമ്മേളനം. ഇതിന്റെ എല്ലാം അധ്യക്ഷൻ K കേളപ്പനാണെന്ന് ഓർക്കുക. എന്നാൽ കേളപ്പന് ശേഷം ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ അധ്യക്ഷനായത് KP കേശവ മേനോനാണെന്ന് ഓർക്കുക. അപ്പൊ എന്താണെങ്കിലും 46 ചെറുതുരുത്തിയിൽ ചേർന്ന ഐക്യ കേരളത്തിനായുള്ള ആദ്യ കാര്യാലോചന യോഗത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് KP കേശവ മേനോനാണ്. എന്നാൽ ഒന്നാം ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷൻ K കേളപ്പനാണെന്ന് ഓർക്കുക. രണ്ടാം ഐക്യ കേരള സമ്മേളനത്തിന്റെ അധ്യക്ഷനും കേളപ്പനാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഐക്യ കേരള സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക, ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കുക ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്, അതായത് തിരുവിതാംകൂറിൽ നടന്ന ഒരു പ്രക്ഷോഭം അല്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിൽ നടന്നതാണോ? പിന്നെ അല്ലേ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമിക്കെതിരായിട്ടാണ് ഈ സമരം നടന്നത്. തിരുവിതാംകൂറിലാണ് നടന്നത്. ഓപ്ഷൻ ബി നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടന്നതാണോ? ആണോ? അതെ, തിരുവിതാംകൂർ തന്നെ. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംയുക്തമായി നടത്തിയ പോരാട്ടം. തിരുവിതാംകൂറിലെ നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും അർഹമായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 32 നടത്തപ്പെട്ട പ്രക്ഷോഭമാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്, നിവർത്തന പ്രക്ഷോഭം. നിങ്ങൾ കേട്ട് കാണും. അടുത്തത് മലയാളി മെമ്മോറിയൽ
1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് തിരുവിതാംകൂറിൽ തന്നെ ശ്രീമൂലം തിരുനാളിലാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ അല്ലെ. എന്താണ് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂർസ് കേട്ടിട്ടുണ്ടോ? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തിരുവിതാംകൂറിൽ ഒരു ഭീമൻ മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെട്ടു അല്ലെ. ഈ മെമ്മോറാണ്ടം അതിനെയാണ് മലയാളി മെമ്മോറാണ്ടം, മലയാളി മെമ്മോറിയൽ പ്രമേയം നിവേദനം സമർപ്പിക്കപ്പെട്ടു അല്ലെ. ആരുടെ നേതൃത്വത്തിലാണ്? മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാവ് മറ്റാരുമല്ല, ബാരിസ്റ്റർ GP പിള്ള എന്നാണ് ശരി ഉത്തരം. ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാവാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയതും ബാരിസ്റ്റർ GP പിള്ള തന്നെ അല്ലേ. കീഴരിയൂർ ബോംബ് കേസ് തിരുവിതാംകൂറിൽ നടന്ന ഒരു സമരമേ അല്ല. കണ്ടോ, 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കത്തിപ്പിടർന്നു. ഇന്ത്യയിൽ അവസാനമായി നടന്ന ബഹുജന സമരം എന്നറിയപ്പെടുന്ന ഒന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇന്ത്യയിൽ അവസാനമായി നടന്ന ബഹുജന സമരം ഏത് എന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവം ഏത് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസ്. 1942 കീഴരിയൂർ ബോംബ് കേസാണ്. പ്രധാനപ്പെട്ട നേതാവാണ് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രമുഖ നേതാവാണ്. കുഞ്ഞിരാമക്കിടാവ് എന്നത് മറ്റൊരു നേതാവാണ്. കുഞ്ഞിരാമക്കിടാവും KB മേനോൻ രണ്ടുപേരാണ് ജീവപര്യന്തം ഈ കീഴരിയൂർ ബോംബ് കേസിൽ ജയിലിലടയ്ക്കപ്പെട്ടത്. കീഴരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെട്ട പ്രശ്നമായിട്ടുള്ള ഈ ഒരു സംഭവം, ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന ഒരു കൃതിയാണ് ഇരുമ്പഴിക്കുള്ളിൽ. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. എഴുതിയത് VA കേശവൻ നായർ എഴുതിയ പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. ഓർത്തിരിക്കണം, കീഴരിയൂർ ബോംബ് കേസ് അല്ലെ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ് സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് നടന്നത് തിരുവിതാംകൂറിലല്ല, കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂർ എന്ന ഗ്രാമത്തിൽ വനാന്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഞെട്ടിക്കുക, പേടിപ്പിക്കുക, ഇതായിരുന്നു തന്ത്രം. വിപ്ലവകാരികൾ കീഴരിയൂർ വനാന്തരത്തിൽ ബോംബ് നിർമ്മാണം തുടങ്ങിയെങ്കിലും നിശ്ചയിച്ച ദിവസം ഇത് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഫറൂഖ് പാലം തകർക്കാനുള്ള ശ്രമം നടത്തി ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫറൂഖ് പാലം തകർക്കാനുള്ള ശ്രമം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത സംഭവം ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കീഴരിയൂർ ബോംബ് കേസാണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ദിവസം നോക്കുക ഉദ്യോഗാർത്ഥികളെ. വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ശരിയാണോ? കൊല്ലൂർ ഗ്രാമമൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഈ വർഷം നോക്കിക്കേ, 1908. ശരിയാണോ? ശരിയേ അല്ല. കാരണം അല്ലെ, വെരി ഫാസ്റ്റ് സോഷ്യൽ റിഫോർമർ ഇൻ കേരള, കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന ഒരാളാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. 1908 എന്നുള്ളത് തെറ്റാണ്. 1809 മാർച്ച് 12 ശരി ഉത്തരം. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 അടിച്ചുപോയി, തെറ്റ്. മനസ്സിലാവുന്നുണ്ടോ? 2, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെട്ടു. വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസം സംഹിത, ധാർമ്മിക ചിന്താ പദ്ധതി അയ്യാവഴി എന്നറിയപ്പെട്ടു. ശരിയായ ഉത്തരം അയ്യാവഴി, അല്ലെങ്കിൽ പാത്ത് ഓഫ് ദി ഫാദർ, അയ്യാവഴി ശരി ഉത്തരം. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് അരുൾ നൂലാണെന്ന്. ശരിയാണ്. അപ്പൊ 2ഉം ശരി, 3ഉം ശരി. 4, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പോ 2ഉം 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ദാ കിടക്കുന്നു ഓപ്ഷൻ B, 2, 3, 4 ശരി. അപ്പൊ അതാണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലായ നിങ്ങൾ ഉദ്യോഗാർത്ഥികളെ?
അപ്പോൾ നമുക്കറിയാം വൈകുണ്ഠസ്വാമികളെ കാലവും ചരിത്രവും അടയാളപ്പെടുത്തിയ ഒരു നവോത്ഥാന നായകനാണ്. കേരളത്തിന്റെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. 1809 മാർച്ച് 12 ജനനം, 1851 മരണം. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1809 മുതൽ 951 വരെയാണ് കാലഘട്ടം. വൈകുണ്ഠസ്വാമികളുടെ അറിയപ്പെടുന്ന വിശേഷണങ്ങളൊന്ന്: കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ, കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി, കേരള നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം, കേരള നവോത്ഥാനത്തിന്റെ ഉന്നമൻ, കേരള നവോത്ഥാനത്തിന്റെ മുൻഗാമി, കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്ന ആൾ വൈകുണ്ഠസ്വാമികൾ. ഉണ്ടോ? കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ, വഴികാട്ടി, പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം, ഉന്നമൻ, പൈനിയർ, മുൻഗാമി, പ്രഡിസിസർ, സമ്പൂർണ്ണ ദേവൻ എന്നിങ്ങനെ എല്ലാം അറിയപ്പെട്ട ആളുടെ പേര് വൈകുണ്ഠസ്വാമികൾ എന്ന് ഓർത്തിരിക്കണം, മറക്കരുത്. പ്രധാനപ്പെട്ട നേതാവാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 പറഞ്ഞില്ലേ, മാർച്ച് 12. കന്യാകുമാരിക്കടുത്ത് സ്വാമിത്തോപ്പ് അല്ലെങ്കിൽ സാക്താംകോയിൽ വിള, അവിടെയാണ് ജനിച്ചത്. പിതാവ്, അച്ഛന്റെ പേര് പൊന്നുമാടൻ, മാതാവ് വെയിലാളമ്മ. പിതാവ് പൊന്നുമാടന്റെയും വെയിലാളമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. മുടിചൂടും പെരുമാളുമായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം. എന്നാൽ പിന്നീട് സവർണ വിഭാഗത്തിന്റെ എതിർപ്പ് വന്നപ്പോൾ പേര് മാറ്റി മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി എന്നെല്ലാം നിങ്ങൾക്കറിയാം. വൈകുണ്ഠസ്വാമികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഒരു നിശ്ചിതമായിട്ടുള്ള സമയത്ത് എൻലൈറ്റ്മെന്റ്, ആത്മീയ ഉണർവുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 1833 1833 വൈകുണ്ഠസ്വാമികൾക്ക് എൻലൈറ്റ്മെന്റ്, ആത്മജ്ഞാനം ഉണ്ടായത്, അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ആത്മീയ ഉണർവുണ്ടായത് 1833 തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു സ്ഥലം ദച്ചനം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ ദച്ചനം എന്ന സ്ഥലം ഇന്നും നമ്മൾ ഈ പറയപ്പെട്ട മതത്തിന്റെ, അത് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമായി കരുതപ്പെട്ട സ്ഥലമാണ് ദച്ചനം ഇൻ തമിഴ്നാട്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾക്ക് 1833 ആത്മീയ ഉണർവ്, എൻലൈറ്റ്മെന്റ് ഉണ്ടായ സ്ഥലമാണ് തിരുച്ചെന്തൂരിനടുത്തുള്ള സ്ഥലമാണ് ദച്ചനം, ഓർത്തിരിക്കുക. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. രാജാധികാരത്തെ എതിർത്ത ഒരു നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം, ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമികളാണ്, അല്ലെ? രാജാധികാരത്തെ എതിർത്ത, ചോദ്യം ചെയ്ത ആദ്യ നവോത്ഥാന നായകൻ ചോദിച്ചാലും വൈകുണ്ഠസ്വാമികളാണെന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ, അത് വെരി ഫസ്റ്റ് മിറർ കോൺസെക്രേഷൻ, കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയും ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച കണ്ണാടി ക്ഷേത്രങ്ങളെ വിളിച്ചിരുന്ന പേര് നിഴൽ താങ്കൾ എന്നാണ്. നിഴൽ താങ്കൾ എന്ന കണ്ണാടി അമ്പലങ്ങൾ സ്ഥാപിച്ചതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം, തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരിയിലെ നീചന്റെ ഭരണം, സ്വാതിരുനാളിന്റെ ഭരണത്തെ കരിനീച ഭരണം എന്നെല്ലാം വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളെ 1838 110 ദിവസം സിംഗാരത്തോപ്പിലെ ജയിലിലടച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. കേട്ടില്ല? ആരാണ്? സ്വാതി തിരുനാളാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട സംഘടന അദ്ദേഹം രൂപീകരിച്ച 1836 അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതിന്റെ പേരാണ് സമത്വ സമാജം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം രൂപീകരിച്ചതെന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. തുവയൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണർക്കും സന്യാസ ദീക്ഷ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തുവയൽ പന്തി കൂട്ടായ്മ. എല്ലാ വിഭാഗക്കാർക്കും വേണ്ടി സ്വാമിത്തോപ്പിൽ കിണർ കുഴിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമികൾ. അതിന്റെ പേര് മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ. മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്.
അതുപോലെ എല്ലാ വിഭാഗക്കാരെയും ഒരു കൂരയ്ക്ക് കീഴിൽ ഇരുത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഡൈനിങ് പ്രോഗ്രാം നടത്തി. അതിന്റെ പേര് സമപന്തി ഭോജനം എന്നാണ്. സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേര് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. മറന്നുപോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണ് വൈകുണ്ഠസ്വാമികൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമരം. എന്താണ്? ശുചീന്ദ്ര മഹാദേവ ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ വലിച്ച ആചാര ലംഘനം നടത്തിയതായ ചോദ്യം. ശുചീന്ദ്ര മഹാദേവ ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ വലിച്ച ആചാര ലംഘനം നടത്തിയതും മറ്റാരുമല്ല, വൈകുണ്ഠസ്വാമികളാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, മറന്നുപോകരുത്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ആശയമാണ് അയ്യാവഴി മതം. അയ്യാവഴി മതത്തിന്റെ ചിഹ്നമാണ് എന്നാണ് തീജ്വാല വഹിക്കുന്ന 1000 ഇതളുകളുള്ള താമര. തീജ്വാല വഹിക്കുന്ന 1000 ഇതളുകളുള്ള താമര അയ്യാവഴി മതത്തിന്റെ അടയാളമാണ്, ചിഹ്നമാണെന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളെ പതികൾ എന്ന് വിളിക്കുന്നു. അയ്യാവഴി മതത്തിന്റെ ക്ഷേത്രങ്ങളാണ് പതികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അരുൾ നൂൽ അഖില തിരുട്ട് അമ്മാനെ. അരുൾ നൂൽ അഖില തിരുട്ട് അമ്മാനെ. നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിൽ നിങ്ങൾ കണ്ടു കാണും. അരുൾ നൂൽ അഖില തിരുട്ട് ആണ് ഇവിടെ ഉണ്ട്. അരുൾ നൂൽ എന്ന കൃതി അദ്ദേഹത്തിന്റെ രചന. അരുൾ നൂൽ അഖില തിരുട്ട് അമ്മാനെ. ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണെന്ന് ഓർത്തിരിക്കുക. വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 കേരളത്തിൽ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അനുയായികൾ നടത്തിയ സമരത്തിന്റെ പേരാണ് നിലവിളി സമരം എന്നും ഓർത്തിരിക്കാം. നിലവിളി സമരം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി.കെ. മാധവൻ, ഓപ്ഷൻ ബി എ.കെ. ഗോപാലൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി പി കൃഷ്ണപിള്ള. ഇതിൽ ആരായിരുന്നു വൈക്കം സമരത്തിന്റെ ചീഫ് ലീഡർ, പ്രമുഖ നേതാവ്? ഉത്തരം കിട്ടിക്കാണുമല്ലോ. ആരാണ്? ടി.കെ. മാധവൻ എന്നതാണ് ശരി ഉത്തരം. ടി.കെ. മാധവൻ വൈക്കം സമരത്തിന്റെ പ്രമുഖ നേതാവാണ്. ആര്? ടി.കെ. മാധവൻ. അപ്പോ വൈക്കം സമരത്തെ കുറിച്ച് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ്? 1923 കാക്കിനട INC സമ്മേളനം. വൈക്കം സമരം ആരംഭിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് കാക്കിനട INC സമ്മേളനം, അല്ലെ? ഓർത്തിരിക്കണം, മറക്കരുത്. ഇന്ത്യയിൽ ആദ്യമായി അയിത്തത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭം. ഇന്ത്യയിൽ ആദ്യമായി തൊട്ടുകൂടായ്മയ്ക്കെതിരെ അയിത്തത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭത്തിന്റെ പേര് വൈക്കം സമരം എന്നാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വീഥികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരത്തിന്റെ പേരാണ് വൈക്കം സമരം. നമുക്കറിയാം വൈക്കം സമരം ആരംഭിക്കാൻ കാരണമായ കാക്കിനട INC സമ്മേളനത്തിൽ വൈക്കം സമരവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്, കേരളത്തിലെ ജാതീയതയെ പറ്റിയുള്ള പ്രമേയം അവതരിപ്പിച്ച നേതാവിന്റെ പേര് ടി.കെ. മാധവൻ. പറഞ്ഞില്ലേ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം? ടി.കെ. മാധവൻ തന്നെയാണ്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹ നായകൻ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ചീഫ് ലീഡർ, പ്രമുഖ നേതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തി ടി.കെ. മാധവനാണ്. കാക്കിനട INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആര് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലി. കാക്കിനട INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലിയാണെന്നൊക്കെ ഓർക്കുക. കാക്കിനട INC സമ്മേളനത്തിന്റെ സന്തതി എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രക്ഷോഭമാണ് വൈക്കം സമരം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. വൈക്കം പ്രക്ഷോഭം ആരംഭിച്ച ഡേറ്റ് പറഞ്ഞേ? 1924 മാർച്ച് 30. 24 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ചീഫ് ലീഡർ, പ്രമുഖ നേതാവ് ടി.കെ. മാധവനാണെന്ന് ഓർക്കണം. മറ്റു പല നേതാക്കളും ഉണ്ട്. ആരൊക്കെയുണ്ട്? കെ. കേളപ്പൻ ഒരു നേതാവാണ്. KP കേശവമേനോൻ ഒരു നേതാവാണ്. മന്നത്ത് പത്മനാഭൻ ഒരു നേതാവാണ്. അതുപോലെ CV കുഞ്ഞിരാമൻ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. കുറൂർ നീലകണ്ഠ പണിക്കർ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ഇവരെല്ലാം വൈക്കം സമരത്തിന്റെ ഏറിയും കുറഞ്ഞും നേതാക്കളായ പ്രമുഖ നേതാക്കളാണ്. വൈക്കം സമരം ആരംഭിച്ച ഡേറ്റ് പഠിച്ചു വെക്കണം. 1924 മാർച്ച് 30. മാർച്ച് 30. വൈക്കം സമരം അവസാനിച്ചതോ 1925 എന്നാണ്. പറയാമോ? നവംബർ 23. നവംബർ 23 വൈക്കം സമരം അവസാനിച്ചു. അതായത് 603 ദിവസം നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു
വൈക്കം സത്യാഗ്രഹം എന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. വൈക്കം സമരം 603 ദിവസമാണ് നീണ്ടു നിന്നത് എന്നൊക്കെ ഓർത്തിരിക്കണം. വൈക്കം സമരവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് ബ്രഹ്മനാഭൻ. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് M.E. നായിഡു. 2 പേരുകൾ ഓർക്കണം. 2 പേരും ജാഥകൾ നയിച്ചിരുന്നു. സവർണ ജാഥകളാണ് നയിച്ചത്. ഒന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ശ്രീമാൻ മന്നത്ത് ബ്രഹ്മനാഭൻ നയിച്ച ജാഥയാണ് സവർണ ജാഥ. അത് തിരുവനന്തപുരത്ത് നിന്ന് എങ്ങോട്ടാണ്? വൈക്കത്തേക്കാണ്. എന്നാൽ തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കോ സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ M.E. നായിഡു. 2ഉം സവർണ ജാഥകളാണ് എന്ന കാര്യം നമ്മളവിടെ ഓർത്തിരിക്കണം. 2ഉം സവർണ ജാഥകളാണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ അതാ. പിന്നെ അതുപോലെ തന്നെയാണ് ഓർത്തിരിക്കേണ്ടത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണെന്നൊരു ചോദ്യം ചോദിക്കാം. വൈക്കം സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മറന്നുപോകരുത്. അതിന് പേര് ചിറ്റേടത്ത് ശങ്കുപിള്ള. ചിറ്റേടത്ത് ശങ്കുപിള്ളയാണ് വൈക്കം സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെട്ട വ്യക്തിയാണ്. ആര്? ചിറ്റേടത്ത് ശങ്കുപിള്ള. ചിറ്റേടത്ത് ശങ്കുപിള്ളയാണെന്നൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത്? മന്നത്ത് പത്മനാഭനാണെന്നൊക്കെ നമ്മളവിടെ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ. അപ്പോ വൈക്കം സമരത്തിൽ ആബാലവൃത്തം ജനങ്ങളും പങ്കെടുത്തു. പ്രധാനപ്പെട്ട നേതാക്കളാണ് നമ്മുടെ ഈ പറയപ്പെട്ട T.K. മാധവൻ, K. കേളപ്പൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് K.P. കേശവ മേനോൻ എന്നിവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലടയ്ക്കുമ്പോൾ. തിരുവിതാംകൂർ നമ്മുടെ വൈക്കം സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളാണ് ആരെന്നറിയപ്പെടുന്നത്? 1 K. കേളപ്പൻ, 2 T.K. മാധവൻ, 3 K.P. കേശവ മേനോൻ എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നിരാഹാരം അനുഷ്ഠിച്ച അഹിന്ദു നേതാക്കൾ, നോൺ ഹിന്ദു ലീഡേഴ്സ് who entered into a fast ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരാണ്. ബാരിസ്റ്റർ ജോർജ് ജോസഫ്, P.M. സെബാസ്റ്റ്യൻ ആൻഡ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവരാണ് വൈക്കം സമരവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച നേതാക്കൾ എന്ന് അറിഞ്ഞിരിക്കുക. ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൽ പിൻവാങ്ങിയ ക്രിസ്ത്യൻ സത്യാഗ്രഹി ആരാണ്? ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നാണ് ഉത്തരം. വൈക്കം സമരത്തിൽ നിന്ന് പിൻവാങ്ങിയ ക്രിസ്ത്യൻ സത്യാഗ്രഹിയാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് ചിറ്റേടത്ത് ശങ്കുപിള്ള. ചിറ്റേടത്ത് ശങ്കുപിള്ള നിങ്ങൾ ഓർത്തിരിക്കുകയും വേണം. ഓക്കെ. അപ്പോ വൈക്കം സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. പിന്നെ ഗാന്ധിജി വൈക്കത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഗാന്ധിജി തന്റെ പ്രതിനിധിയായ ഒരാളിനെ പറഞ്ഞയച്ചു. കേട്ടിട്ടുണ്ടോ? ഗാന്ധിജിയുടെ റെപ്രസെന്റേറ്റീവായി വൈക്കം സമരത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാവ് ആര്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ എന്നാണ് ശരി ഉത്തരം. ആചാര്യ വിനോബ ഭാവെ ഗാന്ധിജിയുടെ പ്രതിനിധിയായി വൈക്കം സമരത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാവാണ് ആര്? ആചാര്യ വിനോബ ഭാവെ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗാന്ധിജി നേരിട്ട് വൈക്കത്ത് വന്നു. എന്നാ വന്നത്? 1925 മാർച്ച് മാസം 8-ാം തീയതി വൈക്കത്തെത്തുകയും വൈക്കത്തെത്തി അദ്ദേഹം ഒരു മനയിൽ പോയി വൈക്കം ക്ഷേത്രവേദികൾ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു. മനയുടെ പേരാണ് ഇണ്ടന്തുരുത്തി മന. ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായി സംവാദത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി. എന്താണെങ്കിലും ശരി, ഒടുവിൽ വൈക്കം ക്ഷേത്രവേദികൾ തുറന്നു കൊടുക്കപ്പെട്ടു എന്ന കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ പറഞ്ഞത്? നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സംവാദത്തിൽ ഏർപ്പെട്ടത് ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായിട്ടാണ്. ഈ സംവാദത്തിൽ അവസാന റൗണ്ടിൽ ഗാന്ധിജി പരാജയപ്പെടും നമുക്കറിയാം. മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് റാണി സേതുലക്ഷ്മി ഭായ്. മറന്നുപോരുത്. അതായത് വൈക്കം സത്യാഗ്രഹം ശരിക്കും ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ്. മറന്നുപോരുത്, റാണി. അപ്പോൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ് ശ്രീമൂലം തിരുനാൾ. പിന്നീട് സവർണ ജാഥ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഗാന്ധിജി വൈക്കത്ത് സന്ദർശിക്കുമ്പോൾ, ക്ഷേത്രവേദികൾ തുറന്നു കൊടുക്കുമ്പോൾ, ഈ അവസരങ്ങളിലെല്ലാം ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായ് ആണെന്ന് ഓർക്കണം, മറന്നുപോരുത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഭരണാധികാരി ആരാണ്? റാണി സേതുലക്ഷ്മി ഭായ് ആണെന്നൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള വീഥികൾ എല്ലാ വിഭാഗക്കാർക്കുമായി തുറന്നു കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ തുറന്നു കൊടുത്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 നവംബർ 23. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള ക്ഷേത്രവേദികൾ സമസ്ത വിഭാഗക്കാർക്കുമായി തുറന്നു കൊടുത്ത ഡേറ്റ്
1925 നവംബർ 23-നാണ്. തുറന്നു കൊടുത്ത ഭരണാധികാരി ആര് തന്നെ? റാണി സേതു ലക്ഷ്മിഭായ്. റാണി സേതു ലക്ഷ്മിഭായ് ആണ് എന്ന കാര്യവും നമ്മളവിടെ ഓർത്തിരിക്കുക. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം അകാലികളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പഞ്ചനദികൾ പതിഞ്ഞൊഴുകുന്ന ഭഗത് സിംഗിന്റെ ജന്മം കണ്ട് ധന്യമായ പഞ്ചാബ്. പഞ്ചാബിന്റെ മണ്ണിൽ നിന്ന് വൈക്കം സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഒരു സംഘമാണ് അകാലികൾ. ഉണ്ടോ? അകാലികളെ നയിച്ച സിഖ് നേതാവാണ് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ്. ഉത്തരം ലാലാ ലാൽ സിംഗ്. ലാലാ ലാൽ സിംഗ് സംഘവും വന്നിട്ട് എന്താ ഒരുക്കിയത്? ഇവിടെ സൗജന്യ ഭക്ഷണശാല ഒരുക്കിയെന്ന് ഓർക്കുക. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് തുറന്നു കൊടുത്ത സെയിം ഡേറ്റ് 1925 നവംബർ 23. അപ്പൊ എത്ര ദിവസം നീണ്ടു നിന്നു? വൈക്കം സത്യാഗ്രഹ ലാസ്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് എത്ര കാലമാണ്? 603 ദിവസമാണ് വൈക്കം സമരം നീണ്ടു നിന്നതെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിളിച്ചത് ഗാന്ധിജി. മറന്നുപോരുത്, സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഉണ്ടോ? വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിളിച്ചത് സാക്ഷാൽ ഗാന്ധിജിയാണ്. കേട്ടോ? വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ. വൈക്കം സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി, ആരംഭിക്കുമ്പോൾ ശ്രീമുരം തിരുനാൾ, അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിഭായ്. ദിവാൻ ടി രാഘവയ്യ. ടി രാഘവയ്യാണ്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് 928 ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തിരുവിതാംകൂറിൽ വൈക്കം ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രവീഥികളും എല്ലാ വിഭാഗക്കാർക്കും തുറന്നു കൊടുത്ത വർഷം 928. അപ്പൊ ഉദ്യോഗാർത്ഥികളെ, VFIയുമായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേയേറെ പ്രീവിയസ് ചോദ്യങ്ങൾ കേരള ചരിത്രം, കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്ന് നമ്മളിവിടെ കണ്ടു. കൂടുതൽ ചോദ്യങ്ങളും മറ്റു പ്രധാനപ്പെട്ട വസ്തുക്കളുമായി തൊട്ടടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.